സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ വൈസ്മാൻ റജി. എൻ്റെ കൂടെ നിൽക്കുന്ന ഗോപാലകൃഷ്ണൻ ചേട്ടൻ അഡ്വക്കേറ്റാണ്, സീനിയർ അഡ്വക്കേറ്റ്. ഒത്തിരി വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് പരിചയമുണ്ട്, അടുപ്പമുണ്ട്. പുള്ളിയെ ബഹുമാനിക്കേണ്ടതാണ്. പക്ഷേ എനിക്ക് എൻ്റെ ഒരു ചേട്ടൻ്റെ കണക്കായിട്ട് ഞാൻ വളരെ സ്വാതന്ത്ര്യത്തോടെ ഗോപാലകൃഷ്ണൻ ചേട്ടാ തന്നെ വിളിക്കും. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ പ്രോജക്റ്റ് കെയർ ദ ഏജ്ഡ്, അതിലെ വീഡിയോസ് എടുത്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇതിൽ ചേട്ടൻ്റെ അനുഭവം വെച്ചിട്ട്, അതായത് ചേട്ടൻ്റെ ഈ പ്രൊഫഷണൽ ലൈഫിലും ചേട്ടൻ്റെ സോഷ്യൽ ലൈഫിലും ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണെന്നുള്ള ചേട്ടൻ വളരെ ഷോർട്ടായിട്ട് അതിനെപ്പറ്റി പറയും. ചേട്ടാ, ഈ കെയർ ദ ഏജിനെ പറ്റി ഒന്ന്. ഞാൻ ഒരു വൈസ്മാനാണ്, ഒരു പാസ്റ്റ് നമ്മുടെ ഡിസ്ട്രിക്ട് ഗവർണറാണ്. അപ്പോൾ ഈ കെയർ ദി ഏജ്ഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ പ്രോജക്റ്റാണ്, ഏരിയ പ്രോജക്റ്റാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാം വയസ്സന്മാരാകും. നമ്മൾ കുട്ടിയിലെ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ സംരക്ഷിച്ചു. പക്ഷേ അത് കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ കുട്ടിയുടെ, അതായത് പണ്ടുള്ളവർ പറയില്ലേ, ആദ്യം എഴയും, പിന്നെ നടക്കും, പിന്നെ നമ്മൾ ആവും, അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ എഴയും. ആ സമയത്ത് നമ്മളെ നോക്കാൻ ആരും കാണില്ല. നമ്മളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കൾ കാണേണ്ടത് നമ്മുടെ മാതാപിതാക്കളെ എങ്ങനെ നോക്കുന്നുള്ളതാണ്. അത് കണ്ടായിരിക്കും നമ്മുടെ മക്കള് നമ്മളെ സംരക്ഷിക്കും. അല്ലാതെ അവരെ നോക്കിയില്ല, ഇവിടെ നോക്കിയില്ല, മറ്റേ ഇവിടെ കൊണ്ട് ഇട്ടു എന്ന് പറഞ്ഞിട്ട് കഥയില്ല. കാരണം നമ്മുടെ മാതാപിതാക്കൾ അവിടെ കൊണ്ട് ഇടരുത്. മറിച്ച് നമ്മൾ നോക്കി തീർച്ചയായും നമ്മുടെ മക്കൾ നമ്മളെയും നോക്കും. ഈ ഒരു പ്രൊഫഷണൽ ലൈഫിൽ ഇങ്ങനെ തിക്തമായ എന്തെങ്കിലും അനുഭവം ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പലരും, അതായത് വളരെ മക്കളെ വളരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് നല്ല നിലയിലെത്തും. അവസാനം അവരെല്ലാം കളഞ്ഞിട്ട്, കാരണം അവരിലെല്ലാം കാശുണ്ട്, അച്ഛനെ നോക്കാൻ അമ്മയെ നോക്കാൻ അവരുടെ കയ്യിൽ കാശില്ല. അതിനെന്ത് ചെയ്യും? അല്ലെ അവരെ സമയമില്ല. അതിനവരെന്ത് ചെയ്യുന്നു? കുറേ വൃദ്ധസ്ഥാനത്ത് കൊണ്ടിട്ട് അവർക്ക് കാശ് കൊടുക്കും. പക്ഷെ അവർക്ക് ആരോട് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ 1 മിനിറ്റ് 5 മിനിറ്റ് നമുക്ക് അവരോട് സംസാരിക്കാം. അതിൽ കിട്ടുന്ന ഒരു ആനന്ദം, ആ ആനന്ദം ഒരിക്കലും അവർക്ക് നിങ്ങൾ എത്ര രൂപ കൊടുത്താലും. വെരി ഗുഡ്. ചേട്ടൻ പറഞ്ഞ വളരെ കറക്റ്റാണ്. നമ്മുടെ ജീവിതത്തിൽ കൂടെ നമ്മളത് കാണിച്ചു കൊടുക്കണം. അല്ലാതെ നമ്മൾ തിയറി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പ്രാക്ടിക്കലായിട്ട് അത് ചെയ്ത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത തലമുറ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ല, എന്നാലും അതിൻ്റെ ഒരു ആവശ്യം വരുമായിരിക്കും. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വളർത്തി, അല്ലേ, അവരെ നോക്കുക എന്നുള്ളത് നമ്മളെപ്പോഴും ആൾക്കാരെ പരാതി പറയും, അവൻ നോക്കുന്നില്ല. പക്ഷേ നമ്മൾ നോക്കിയോ എന്നുകൂടി നമ്മൾ ചിന്തിക്കും. അതെ, കറക്റ്റ്. അത് നമ്മുടെ വൈസ്മാന്റെ മോട്ടോയോ ടു അക്നോളജ് ദ ഡ്യൂട്ടി ദാറ്റ് കമ്പനി ഈസ് വെരി റൈറ്റ്. വെരി ഗുഡ്. താങ്ക് യു ചേട്ടാ. ഗോഡ് ബ്ലസ്. ബൈ ബൈ.